ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡണ്ടനാട് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 നാലാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളായത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് കൊണ്ട് അവിടെയുള്ള ആളുകളോടെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നതാണ്. ഇത് കേട്ട ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതാ, ഞങ്ങൾ ബലി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വോൾക്കാനോയിൽ നിന്നും ലോർഡ് സർപ്പന്റ് ഈ ഭൂമിയെ രക്ഷിച്ചത്. എന്നാൽ ഇപ്പോ എല്ലാം അവസാനിച്ചു. ലോർഡ് സർപ്പന്റിനെ നീ കൊന്നു. ഇനി ഈ അഗ്നിപർവ്വതം ഈ നാടിനെ മുഴുവൻ ഇല്ലാതാക്കും. ഇതിനെല്ലാം ഉത്തരവാദി നീ മാത്രമാണ്. സ്വർഗത്തിലോട്ട് പോകുന്ന ലോർഡ് സർപ്പന്റ് ഒരു മഴവില്ലുണ്ടാക്കും. ഈ മലയുടെ ദേഷ്യം ഗ്രാമത്തെ ഇല്ലാതാക്കും. അതാണ് ഈ ഗ്രാമത്തിന്റെ ഐതിഹ്യം. എന്നാൽ ഇത് കേട്ട് അയാസയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എർത്തുവമിന്റെ വീക്ക്നെസ് സൂര്യപ്രകാശമാണ്. പിന്നെ എന്തിനാ ലോർഡ് സർപ്പന്റ് സ്വർഗത്തിലോട്ട് പോകുന്നത് പോലെ ഒരു ഐതിഹ്യം? അപ്പോഴാണ് അവൾക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഐതിഹ്യം പറയുന്നത് ആ സർപ്പന്റിനെ കുറിച്ചല്ല, സ്വർഗത്തിലോട്ട് ഉയരുന്ന ആ മഹാസർപ്പം ഒരു ഉറവയാണ്. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിരുന്നു ആ ഉറവ. പണ്ടുള്ള ആളുകൾക്ക് അത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനൊരു ലെജൻഡായി ഉപേക്ഷിച്ചത്. സോ പേടിക്കാരനും യുക്തിയോടെ ചിന്തിക്കാൻ സാധിക്കാത്ത ആളുകൾ മനുഷ്യക്കുട്ടികളെ ബലി കൊടുത്താൽ അത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ വരുന്നവർക്ക് ഇതിന്റെ യഥാർത്ഥ കഥ പറഞ്ഞു കൊടുക്കുമെന്നല്ലാതെ എനിക്കിതിൽ വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാ സുക്കിനോക്കോ സൈൻ എന്ന ടെമ്പിളിനകത്തുണ്ടായിരുന്നവൻ പറഞ്ഞത് അയാസ ആലോചിക്കുന്നു. അവളുടെ സൈക്കിക് പവർ ഉപയോഗിച്ച് മരിച്ചടക്കുന്ന ആ എർത്ത്വർമിന്റെ ശരീരം താഴത്തെ ടൗണിലോട്ട് അവൾ എറിയുന്നു. എന്നാൽ തങ്ങൾ ആരാധിക്കുന്ന ആ ലോർഡ് സർപ്പന്റിന്റെ ശരീരം എടുത്ത് എറിഞ്ഞത് കണ്ട് കീറ്റോ ഫാമിലി അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ വളരെ വേഗത്തിൽ ആ ടൗണിലോട്ട് ഓടി അയാസെ അതിന്റെ ശരീരം എടുത്തുകൊണ്ട് എങ്ങോട്ടോ ഓടുന്നു. കീറ്റോ ഫാമിലിയും പുറകെ തന്നെ ഓടുന്നുണ്ട്. സോ രാവിലെ അവൾ പോയ ആ ഹോട്ട് സ്പ്രിംഗിലോട്ടായിരുന്നു ആ എർത്ത്വർമിനെ എടുത്ത് അവൾ ഓടിയിരുന്നത്. അവിടെ നിന്നും പൊട്ടി പുറപ്പെടുന്ന ഉറവയുടെ മുകളിൽ അവൾ അതിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി വെക്കുന്നു. താഴോട്ട് ഓടി വന്ന അതേ വേഗത്തിൽ അവൾ തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ആ ലാവ ഈ ഗ്രാമത്തെ വിഴുങ്ങിയാൽ ലോർഡ് സർപ്പന്റിന്റെ ഈ ലെജൻഡ് സ്റ്റോറി റിയൽ ആയി മാറും. ഇത്രയും വൃത്തികെട്ട ഒരു ലെജൻഡ് സ്റ്റോറി സത്യമാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ എർത്ത്വർമിന്റെ മറ്റേ ഭാഗത്തോട്ട് അയാസ പോകുന്നു. സോ അതിനെ ഒരു പൈപ്പ് പോലെ ഉപയോഗിച്ച് ആ ലാവ ഇല്ലാതാക്കാൻ അവൾ ശ്രമിക്കുന്നു. സോ അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിൽ നിന്നും വരുന്ന വെള്ളം ഒരു ജെല്ലി പോലെ പ്രവർത്തിച്ച് ആ ലാവയെ മൊത്തം അണച്ചു കളയുന്നു. ആ എർത്ത്വർം കാരണം വളരെ പെട്ടെന്ന് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ലാവ കാരണം മരങ്ങളെല്ലാം തീ പിടിക്കുന്നത് കൊണ്ട് അത് ആ കാടിനെ മുഴുവനായിട്ടും പെട്ടെന്ന് കത്തിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്നാണ് കീറ്റോ ഫാമിലിയിലെ ആ ലേഡി അയാസയെ ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നത്. ഹേയ്, ലോർഡ് സർപ്പന്റിനെ അപമാനിക്കാൻ നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ട്? ഹേയ്, ഞാൻ ആ ലാവ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത്. ഇല്ല, ഇത്രയും കാലം ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളാണ്. പുറത്തു നിന്നും വന്നവർ അത് നോക്കേണ്ട കാര്യമില്ല. നിന്നെ ബലി കൊടുത്ത് ഈ ലോർഡ് വാൾക്കാനോ എങ്ങനെയാണ് അണക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് അവരവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഹേയ്, ഇത്രയും നേരം ആ ഞാഞ്ഞുള്ളി ആയിരുന്നില്ലേ ഗോഡായിട്ട് കണ്ടിരുന്നേ? ഇത്ര പെട്ടെന്ന് അത് മാറിയോ എന്ന് പറഞ്ഞ് തന്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് അവരെ തടയാൻ അവൾ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് അവരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടൊരാൾ വരുന്നത്. എന്നോട് ക്ഷമിക്കുക, നീ മാസ്റ്ററുടെ പേരക്കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹേയ്, നീ ആ ബൂട്യൂബർ അല്ലേ? അതെ, ആക്ച്വലി ഒരാഴ്ച മുമ്പ് മാസ്റ്റർ നിങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മാസ്റ്റർ ഒക്കെ ഉണ്ടോ എന്ന് അയാസ് അവനോട് ചോദിക്കുന്നു. ഹേയ്, നിനക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ നീ അവളുടെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹേയ്, ഇവരെ ഞാൻ നോക്കിക്കോളാം. നീ ആ ഫയർ അണയ്ക്കുന്നത് ശ്രദ്ധിക്ക് എന്ന് അവൻ അവളോട് പറയുന്നു. ഇത് കേട്ട് വീണ്ടും അയാസെ ആ ഫയർ എല്ലാം അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ എനർജി തീരുന്നതിന് മുൻപ് എനിക്കിത് മുഴുവൻ അണച്ചേ പറ്റൂ എന്നവൾ പറയുന്ന സമയത്താണ് ആ എർത്ത്വർമിനെ ആരോ അറ്റാക്ക് ചെയ്യുന്നത്. സോ കീറ്റോ ഫാമിലിയിലെ എല്ലാവരെയും അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ കുഴിക്കകത്തുനിന്നും പുറത്തു വന്ന ജിജി ആയിരുന്നു അത്. തന്റെ മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിച്ച് കീറ്റോ ഫാമിലിയിലെ ആ ലേഡി അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹേയ് ജിജി, വേണ്ട, നിൽക്ക് എന്ന് പറഞ്ഞ അയാസ അവളെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. എന്നാൽ വീണ്ടും അവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ബൂട്യൂബർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നൊരു കേഴ്സിന്റെ പവറുള്ള ജിജിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ജിജി ഇപ്പൊ അവനെ കൊല്ലൂടാന്നും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാസ അവനെ രക്ഷിക്കുന്നത്. ഡ്രാമിറ്റ്, എന്തിനാ എന്റെ വഴിയിൽ വെറുതെ തടസ്സം നിൽക്കുന്ന? ഒരു പക്ഷെ ആദ്യം ഞാൻ കൊല്ലേണ്ടത് നിന്നെയാണ്. ഹേയ് ജിജി, നീ എന്തൊക്കെയായി പറയുന്നേ? നീ ഒരിക്കലും ഒരു കൊലപാതകി ആകരുത്. ഓക്കറൂൺ അവിടെ, അവൻ എന്തു പറ്റി? എന്തെങ്കിലും ഒന്ന് പറ എന്ന് വിളിച്ചു പറയാണ് അയാസെ. എനിക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. എനിക്കിപ്പോ ഒരുപാട് വിശക്കുന്നു എന്ന് ജിജി അവരോട് പറയുന്നു.
സോ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള പവേഴ്സ് ഒന്നും അവിടെ നിൽക്കുന്നവർക്ക് ഉണ്ടായിരുന്നില്ല. ഹേയ്, പുറത്തുനിന്ന് വന്നവർ ഇവിടുത്തെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം കാരണം നീയാ. ഹേയ് നിർത്ത, ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല. ഇവനെ തടഞ്ഞു നിർത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് വിചാരിക്കണം. സോ പിന്നീട് നമ്മൾ കാണുന്നത് തങ്ങളെ 3 പേരെയും ശത്രുവായി കാണുന്ന ജിജിയെ അറ്റാക്ക് ചെയ്യാൻ അവർ 3 പേരും ഒരുമിച്ച് ശ്രമിക്കുന്നതാണ്. 3 പേരും തങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ അറ്റാക്ക് ചെയ്യാൻ മാത്രമല്ല അവർ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ സൈക്കിക് പവർ ഉപയോഗിച്ച് അയാസ് അവനെ പിടിച്ചു വെക്കുന്നു. എന്നാൽ അവൻ കൺട്രോൾ ചെയ്യുന്ന ആ ബോൾ അതിൽ നിന്നും അവനെ രക്ഷിക്കുന്നു. തന്റെ മുൻപിലുണ്ടായിരുന്ന ആ ബൂറ്റുബറിനെ ഒറ്റ അടി അടിക്കുവാണ് ജിജി. അങ്ങനെ വളരെ വേഗത്തിൽ അയാസയുടെ അടുത്തോട്ട് വരുന്ന അവനെ അവൾ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ എനർജി എല്ലാം തീർന്നു പോകുന്നു. സോ അവനിപ്പോ അവളെ കൊല്ലുവിടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജിജിയുടെ മോന്തക്കിട്ട് ആരോ അടിക്കുന്നത്. തെറിച്ചുപോയ ജിജിയെ വീണ്ടും വീണ്ടും അവൻ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിസ് മോമോ അയാസേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് മാൻഡേസിയൻ, നീ തിരിച്ചു വന്നോ? നിന്റെ മകൻ എവിടെ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പെട്ടെന്നാണ് അയാസയുടെ മുകളിൽ ഒരു വലിയ വെളിച്ചം വരുന്നത്. മുകളിലോട്ട് നോക്കുന്ന അയാസയെ കാണുന്നത് കമന്ന് കിടക്കുന്ന ടാരോക്ക് മുകളിൽ ഒരു സിഗരറ്റും കത്തിച്ച ഒരാൾ നിൽക്കുന്നതാണ്. ഗ്രാൻഡ്മാ. ഡാം ഇറ്റ്, ഇത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഹേയ് മാസ്റ്റർ, ഹേയ് മാഞ്ചറോ, ടോക്കമി ഏമീറ്റമി, നമ്മളുടെ പ്ലാൻ പ്രകാരം തന്നെ മുന്നോട്ട് പോയേ പറ്റൂ ടാരോ. ഇനി നമ്മൾ ആരാണെന്ന് അവന് നമ്മൾ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശി താഴോട്ട് ചാടുന്നു. അങ്ങനെ മുത്തശ്ശിയും ഏലിയനും അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിച്ചിട്ടും ജിജിയെ തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. മുത്തശ്ശി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബേസ്ബോൾ ബാറ്റ് വെച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അതെല്ലാം അവൻ തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ടാരോയെ മുത്തശ്ശി വിളിക്കുന്നത്. ഒരു റണ്ണിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ടാറോ അവന്റെ അടുത്തോട്ട് ഓടി വരുന്നു. ടാറോ അവനെ കൊല്ലൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി ജിജിയെ അടിച്ച് തെറിപ്പിക്കുന്നു. തെറിച്ചുപോയ ജിജിയുടെ അടുത്തോട്ട് വീണ്ടും ടാറോ ഓടി ചെല്ലുന്നു. പെട്ടെന്നാണ് ജിജി അവനെ ഒറ്റ ഇടി അങ്ങോട്ട് എടുക്കുന്നത്. ഇടികൊണ്ട് ടാറോ 100 കണക്കിന് പീസുകളായി മാറുന്നു. തെറിച്ചു പോകുന്ന ആ പീസുകൾക്കിടയിൽ ജിജി ഒരു സാധനം കാണുന്നു. മുത്തശ്ശിയുടെ ആ താലിസാമൺ. പെട്ടെന്ന് തന്നെ മാഞ്ചറോ ഒരു മന്ത്രം ചൊല്ലുന്നു. അതോടെ പീസുകളായ ടാറോ ജിജിയുടെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ശരി, അതിനെ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് മുത്തശ്ശി അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്പേസ്ഷിപ്പ് ഉപയോഗിച്ച് അവിടെയുള്ള ലാവയെല്ലാം അണയ്ക്കാൻ ശ്രമിക്കുന്ന ഏലിയനെയാണ്. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകും ചീപ്പിഡിറ്റ. ഇതേ സമയം ടാരോ തന്റെ ബ്രെയിനും മറ്റു ഓർഗൻസ് എല്ലാം കയ്യിൽ പിടിച്ച് നിൽക്കുവാണ്. ഹേയ് മോമോ, ആ പൂച്ചയ്ക്കും കണ്ണടപ്പയ്യനും എന്തു പറ്റി എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്താണ് അയാസ അവിടെ ഇല്ലെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. സോ ഓക്കറൂണിനെ അന്വേഷിച്ച അയാസയും ആ ഏലിയനും വളരെ വേഗത്തിൽ ആ കുഴിയുടെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെങ്കിൽ നീ ആദ്യം രക്ഷപ്പെട്ടേ പറ്റൂ, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് ഓക്കറൂൺ പറഞ്ഞതൊക്കെ ആലോചിച്ച് അവൾ ആ വീടിനടുത്തോട്ട് വരുന്നു. എന്നാൽ സൈക്കിക് പവർ ഇല്ലാത്തത് കൊണ്ട് ആ കുഴി മൂടിക്കിടക്കുന്ന വീട് മാറ്റാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. മിസ് അയാസേ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഏലിയൻ ആ വീട് അവിടെ നിന്നും മാറ്റുന്നു. അങ്ങനെ ഓക്കറൂണിനെ വിളിച്ച് ആ കുഴിയിലോട്ട് നോക്കുന്ന അയാസെ കാണുന്നത് അത് മുഴുവൻ ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. തളച്ചു മറിയുന്ന ആ ലാവ കണ്ട് അവൾക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നോ വേ, നോ നോ നോ, അങ്ങനെയാവില്ല. ഹേയ് ചീക്കി ചീറ്റ, ഇവിടെയുള്ള ഈ ലാവ മാറ്റാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? മിസ് അയാസേ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് ശരിക്കും വളരെ ഡേഞ്ചർ ആണ്. ഐ നോ, പക്ഷേ ഞാൻ അവന് വാക്ക് കൊടുത്തതാ. എന്നെയും കാത്ത് താഴെ അവൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ സ്ലൈം ഞാൻ ഒരിക്കലും ആ ലാവയ്ക്കകത്ത് ഇടാൻ പോകുന്നില്ല. പിന്നെ ആ ലാവയ്ക്കകത്തോട്ട് നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യവുമില്ല. നിങ്ങളെ വെറുതെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ആ ലാവയിലോട്ട് എടുത്ത് ചാടാൻ ശ്രമിക്കുകയാണ് അയാസെ. ഇത് കണ്ട ഏലിയൻ അവളെ തടയുന്ന സമയത്ത് ആ സ്പേസ്ഷിപ്പിൽ ഉണ്ടായിരുന്ന കുട്ടി ഏലിയൻ ആ ലാവ അതിനകത്ത് നിന്നും പുറത്തെടുക്കുന്നു. അങ്ങനെ ആ സ്ലൈം ഒഴിച്ച് അതെല്ലാം തണുപ്പിക്കുന്നു. ഓടിച്ചെന്ന അയാസെ അത് തുറന്നു നോക്കുന്ന സമയത്തതാ ടെർബോ ഗ്രാനിയെയും കെട്ടിപ്പിടിച്ച് ഓക്കറൂൺ അതിനകത്ത് കിടക്കുന്നു. മിസ് അയാസെ, എനിക്കറിയാമായിരുന്നു നീ എന്നെ രക്ഷിക്കുമെന്ന്. ഹേയ് വിട്രാ, മനുഷ്യന്റെ ആസനം വരെ പൊള്ളി നിൽക്കുമ്പോൾ അവന്റെ ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞ് ടെർബോ ഗ്രാനി അവിടെ നിന്ന് ഓടുന്നു. അപ്പോഴാണ് അയാസയ്ക്ക് ടെർബോ ഗ്രാനിയെ പറ്റി ഓർമ്മ തന്നെ വരുന്നത്. സോ ഡെത്ത്വർമിന്റെ സ്ലൈം ആ റൂം മൊത്തം കവർ ചെയ്തത് കൊണ്ടാണ് ആ ലാവ അതിനകത്തോട്ട് വരാഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ജീവനോടെ രക്ഷപ്പെട്ടതും. അയ്യോ ജിജി, അവന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഹേയ്, അവനെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അയാസ് അവനെ അതിൽ നിന്നും പുറത്തെടുക്കുന്നു.
എന്നോട് ക്ഷമിക്ക്. ജിജിയെ ഞാൻ നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞ് അവൻ പുറത്തു വരുന്ന സമയത്ത് കാൽ തന്നെ അയാസെ അറിയാതെ കെട്ടിപ്പിടിക്കുന്നു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ ചെയ്തതാ എന്നവൻ പറയുന്ന സമയത്താണ് അയാസ് അവനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. സോറി ചോദിക്കേണ്ടത് ഞാനാണ്. ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിക്കാണോന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചുപോയി. താങ്ക് യു ഗോഡ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.